അതിൽ RSSൽ നിങ്ങളെല്ലാം അംഗങ്ങളാകണേ എന്ന് പറയുന്നില്ല. നിങ്ങളെല്ലാവരും ചേർന്ന് ന്യൂനപക്ഷങ്ങളെ ഇല്ലാതെയാക്കണേ എന്ന് പറയുന്നില്ല. അതിലാകെ പറയുന്നത് ഈ മണ്ണ് പരമ പവിത്രമാണ്. അങ്ങനെ പറയുന്നത് വലിയ തെറ്റാണോ? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ഒരു വലിയ അപരാധമാണെന്നാണ്. മിക്കവാറും ആ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് അയാൾ കേസെടുത്ത് കളയുന്ന പറയും. അങ്ങൊരു അസംബ്ലിക്കകത്ത് നടത്തിയ നാടകമാണോ നൃത്തമാണോ ചവിട്ട് നാടകമാണോ അറിയില്ല. നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അങ്ങനെ ഒരാളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. മുണ്ടുമൊക്കെ മടക്കി കുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. മടക്കി കുത്തി ഇന്ന് മോളിൽ കയറിയ ഒരുമാതിരി ഭ്രാന്തളകിയതുപോലെ ആ അസംബ്ലിക്കകത്തുണ്ടായിരുന്ന വിലപിടിച്ച വസ്തുക്കളൊക്കെ വലിച്ചെറിയുക. അന്ന് വൈകുന്നേരം അവർ കൂടിയിട്ട് കണക്കെടുത്തു അത്രേ, ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ നശിപ്പിച്ചത് ആരാണെന്ന് തർക്കം ഉണ്ടായിരുന്നു അത്രേ. ധനകാര്യമന്ത്രി, പിന്നീട് ധനകാര്യമന്ത്രി ആയ ആളും, പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി ആയ ആളും, പിന്നീട് LDF കൺവീനറായ ആളും ഒക്കെ തമ്മിൽ വലിയ തർക്കം. ഞാനാണ് കൂടുതൽ നശിപ്പിച്ചത്. ഇങ്ങനെ ചെയ്യുന്ന ആളാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ എൻ്റെ നാട് പരമ പവിത്രമാണ് എന്ന് പാടിയത് കുറ്റമാണെന്ന് പറയും.